അപ്പോൾ ഞാൻ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് പോയി. എൻ്റെ അച്ഛനും അമ്മയും കുറേ കാലം മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോയപ്പോൾ അവരെ പേര് ചേർത്ത് അവർക്ക് മലയാളം സംസാരിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല. അവർ ഭാരതത്തിലെ ആൾക്കാരാണ്. 60-70 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് ജീവിച്ച ആൾക്കാരാണ്. അവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനായിട്ട് അവരെ കൊണ്ടുപോയത് കോൺഗ്രസ്സിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരിക്കുമല്ലോ അടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പോയ പപ്പയ്ക്കും മമ്മിക്കും ഒരു ചോദ്യമില്ല, അവരെ പേര് ചേർത്തു. എന്നെ ചേർക്കേണ്ട കാര്യം വന്നപ്പോൾ ഞാനിപ്പോൾ ബി ജെ പിയിലോട്ട് മാറി. എൻ്റെ വോട്ട് നേരത്തെ തിരുവല്ലയിലായിരുന്നു, അത് ഇങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു. അതിൽ എൻ്റെ അടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ പേര് കൊടുത്ത വ്യക്തി എൻ്റെ അച്ഛൻ്റെ പേര് കൊടുക്കാതെ ഞാൻ നമ്മുടെ ഒരു വ്യക്തിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ എന്നെ ചേർക്കാൻ വേണ്ടി ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ അത് വെച്ചിട്ട് എൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ തന്നു. ആ ഫോമും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വ്യക്തി ആരാണ്? ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പോരാ. അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട് ഒക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതൊന്നും പോരാ, എൻ്റെ അച്ഛൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് വേണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വോട്ടിംഗ് ലിസ്റ്റിൽ ആ നമ്പർ വേണം. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇതേമാതിരി മറ്റുള്ളവർ ചേർത്തിട്ട് വന്ന ഒരുപാട് പേര് വേറെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കറിയില്ല ഇത് ആരാ ചേർത്തത്, അവർക്ക് ഈ വ്യക്തികളെ അറിയില്ല, അവർക്ക് ഇങ്ങനത്തെ ചോദ്യമേ ഇല്ല. എന്നോട് മാത്രം ഇത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ ഇരുത്തി 5-10 മിനിറ്റ്. അപ്പോൾ അച്ഛൻ്റെ ID, അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ID, അപ്പോൾ ചിലപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി. അതിൽ അച്ഛൻ്റെ ID ഇല്ല. അച്ഛൻ്റെ വേറെ ID പ്രൂഫ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇലക്ഷൻ ID പ്രൂഫ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ അങ്കിളിനെ ഫോൺ വിളിച്ചിട്ട് അങ്കിളിനോട് പറഞ്ഞു, അങ്കിള് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അച്ഛൻ്റെ ID പ്രൂഫ് അയക്കണം. അപ്പോൾ അങ്കിള് അത് തിരഞ്ഞൊക്കെ കണ്ടുപിടിച്ച് വരണ്ടേ. ആ ഗ്യാപ്പിൽ ഞാൻ അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞ, പപ്പ നിങ്ങൾ ആ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അതിന് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ നമ്പർ, ആ നമ്പർ ഇവർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ, നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ വോട്ടിംഗ് ID കാർഡിലെ നമ്പർ ഒന്ന് പറഞ്ഞു തരണം. പപ്പയ്ക്ക് ഇപ്പോൾ പ്രായമായതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഒരു ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ തപ്പി കണ്ടുപിടിക്കാനും നോക്കാനും ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫോൺ കട്ട് ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ID പ്രൂഫ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് മേടിച്ചു വെച്ചു. പക്ഷെ ആ ഗ്യാപ്പിൽ, ഈ ഇത്രയും നേരം ഞാൻ ഇരുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നൊക്കെ പോയി. ആ ഗ്യാപ്പിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസൾട്ട് എന്ന് പറയാം. ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയാം. ഓൾറെഡി നമ്മളൊക്കെ ഇഞ്ചോർഡാണ്. അങ്ങനെയുള്ളവരെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അതില്ലാതെ അവരെൻ്റെ അപേക്ഷ സ്വീകരിക്കില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നെ കുറേ നേരം അവിടെ ഇരുത്തി. എന്താ എൻ്റെ ആവശ്യം? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എൻ്റെ അച്ഛനെ ചേർത്തിയ ആള് കോൺഗ്രസിൻ്റെ ആളാണ്, എന്നെ ചേർത്തിയ ആള് BJPൻ്റെ ആളാണ്. അതാ വ്യത്യാസം. ഇനി ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും BJPക്കാണ് വോട്ട് ചെയ്യുക. അത് ഇവിടെ ചെയ്താലും എവിടെ ചെയ്താലും. എന്താ അങ്ങനെ? എടോ, ഇന്ത്യൻ പൗരനാണ് ഞാൻ. ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഇവിടുത്തെ ഭാഷകൾ അറിയാവുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ DNA ആണ് എൻ്റെ ഉള്ളിൽ. എൻ്റെ പൗരത്വത്തിന് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വേറൊരു കൺട്രിയിൽ നിന്ന് വന്ന ആളാണെങ്കിൽ ഓക്കെ, വേറൊരു കൺട്രിയിൽ എനിക്ക് പൗരത്വം ഉണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഏരിയയിൽ വോട്ട് ചെയ്യുന്നതിന് എന്ത് തടസ്സം? എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടിയാണ് ഞാൻ താമസിക്കുന്നത്. എന്ത് തടസ്സം? അപ്പോൾ തടസ്സം ഉണ്ടാക്കല്ലേ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യനോ ആണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഭാരതത്തിൽ ഇപ്പോൾ 140 കോടി ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ 140 കോടിയിൽ ഇപ്പോൾ ഒരു 40 കോടി വോട്ടില്ലാത്ത ആൾക്കാരാണ് കൂട്ടുക, 18-ന് താഴെയാണ് കൂട്ടുക. ഞാനൊരു സുമാറ് കണക്ക് പറയുകയാണ് കേട്ടോ. ഇത് ശരിയായിരിക്കണം എന്നില്ല, ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ ഒരു
കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 100 കോടി എന്ന് കൂട്ടാം. ഈ 100 കോടിക്കകത്ത് 60% മാത്രമേ വോട്ട് ചെയ്യാൻ പോവുള്ളൂ. അപ്പം എത്ര ആളായി? 60 കോടി ആളായി. ഈ 60 കോടി ആള് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കാം. അതിൽ 30-32% വോട്ട് കിട്ടിയാൽ, വോട്ട് ഷെയർ കിട്ടിയാൽ ആൾക്കാർ ചിലപ്പോൾ ജയിക്കൂ. ജയിക്കുന്ന പാർട്ടിക്ക് ചിലപ്പോൾ 30-32% വോട്ട് ഷെയർ മതിയാവും. അത് ഞാൻ വെളിപ്പെടുത്തിയല്ല, ഇവിടുത്തെ ഒരു വലിയ മുസ്ലിം നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അറിയാതെ ചിലപ്പോൾ ഫ്രോയിഡിയൻ സ്ലിപ്പായിരിക്കും, പറഞ്ഞു പോയതായിരിക്കും. നമ്മളെല്ലാവരും സംഘടിച്ച് ഒരൊറ്റ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ആര് നേതാവാകും എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ കേവലം 14% മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഭാരതത്തിലെ നേതാക്കന്മാരെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതിന് വേറെ ഒന്നും വേണ്ട. ഇവരെല്ലാവരും കൃത്യമായിട്ട് പോയിട്ട് ഒരൊറ്റ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ മതി. അതാണ് ജനാധിപത്യം, അതാണ് മതേതരത്വം. അപ്പോൾ ഈ 60 കോടി ആളുകളിൽ 30 കോടി 32 കോടി ആൾക്കാരുടെ വോട്ട് കിട്ടിയാൽ ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കൂ. അത്രയൊന്നും വേണ്ടെന്ന്. 30%, 32% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 കോടിയുടെ 30%, 10 കോടിയുടെ 30%, 3 കോടി. അപ്പോൾ 60 എന്ന് വെച്ചാൽ 18 കോടി. ഒരു 18-20 കോടി വോട്ട് കിട്ടിയാൽ ഒരു പാർട്ടിക്ക് ജയിക്കാം എന്നാ പറയുന്നത്. അപ്പോൾ ഈ 18-20 കോടി വോട്ട് മതി എന്നുണ്ടെങ്കിൽ 14 കോടി മുസ്ലിംസ് ഉണ്ട് ഭാരതത്തിൽ. 17 കോടിയാണ്, അതിലൊരു 3 കോടി കുട്ടികളാണെന്ന് കൂട്ടിക്കോ. 8 കോടി ക്രിസ്ത്യൻസ് ഉണ്ട്, അതിലൊരു 3-4 കോടി അല്ലെങ്കിൽ 1 കോടി കുട്ടികളാണെന്ന് കൂട്ടിക്കോ. ബാക്കിയില്ലേ? ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും മാത്രം വോട്ട് ചെയ്താൽ 20 കോടി വോട്ടായി. ആ 20 കോടി വോട്ടിന് ഒരു ടീമിന് മാത്രം, ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് അത് കിട്ടിയാൽ, കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേറെ എവിടേക്കും ഡിവൈഡ് ആവാതെ അവർക്ക് ഇവിടെ ഗവൺമെൻറ് ഫോം ചെയ്യാം. അതുകൊണ്ടാണ് ഈ പ്രീണന രാഷ്ട്രീയമൊക്കെ നടക്കുന്നത്. ഒരു ഹിന്ദു കുട്ടിയിരിക്കുന്ന, തൊട്ടടുത്തൊരു മുസ്ലിം കുട്ടിയിരിക്കുന്ന, 2 പേർക്കും ഒരേ അവസ്ഥകൾ, സാമ്പത്തികമായിട്ടും വീട്ടിലും എല്ലാ രീതിയിലും. അവൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവന് കുറച്ച് പൈസ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നു. അവൻ്റെ മൈനോറിറ്റീൻ്റെ പൈസയും അവന് കിട്ടും. മുസ്ലിംസിൻ്റെ വഖഫ് ബോർഡിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ഏത് അവരുടെ കൂട്ടായ്മകളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതും അവന് കിട്ടും. അപ്പോൾ ഈ ഹിന്ദു കുട്ടി എന്താ ചിന്തിക്കുക? ഒന്നുകിൽ ഞാൻ മുസ്ലിം ആണോ ഈ ബെനിഫിറ്റ് എനിക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഞാൻ RSS ആണ്. എന്നാലേ എനിക്ക് ഈ സിസ്റ്റത്തിൽ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. അങ്ങനെയാണല്ലോ കുറേ ആൾക്കാരിപ്പോൾ RSSലേക്കും ഹിന്ദു രീതിയിലുള്ള ഓർഗനൈസേഷൻസിലേക്കും അധികമായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കൺവേർഷനെ പറ്റിയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ വോട്ട് മൊത്തമായിട്ട് മേടിക്കുക. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അവർ തീരുമാനിക്കുന്ന പോലെ ആ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ശശി തരൂർ ഓൾറെഡി 1990s ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ഹമാസ് തീവ്രവാദിയാന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് October 7 ഹമാസ് പോയി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോഴും ശശി തരൂർ പറഞ്ഞത് എന്താണ്? അവർ തീവ്രവാദി സംഘടനയാണെന്നാണ് പറഞ്ഞത്. UNO അവരെ തീവ്രവാദി സംഘടനയാണെന്ന് വിശേഷിപ്പിച്ചു. ഹമാസിനെ കുറിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തീവ്രവാദിയാണെന്ന് പറഞ്ഞു. പക്ഷേ ശശി തരൂരിനെ കൊണ്ടും രമേശ് ചെന്നിത്തലയെ കൊണ്ടും ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ ഉയർന്ന ജാതിക്കാരായ വ്യക്തികളെ കൊണ്ടും മുസ്ലിങ്ങൾ മാറ്റി പറയിപ്പിച്ചു ഹമാസ് ഒരു തീവ്രവാദി സംഘടനയല്ല. അത്രയ്ക്കും ശക്തി കോൺഗ്രസിൻ്റെ അകത്ത് മുസ്ലിംസിനുണ്ട്. ബംഗ്ലാദേശിൽ കുറേ ഹിന്ദുക്കൾ മരിച്ചു, ഗവൺമെൻറ് മാറി. പാകിസ്ഥാനിൽ നമുക്കറിയാം ഹിന്ദുസ് ഇപ്പോൾ 1% പോലും ഇല്ല. 10% ഉണ്ടായിരുന്നതാണ്, അത് കുറഞ്ഞു 1% താഴെയായി. എല്ലാവരും പുറത്താക്കപ്പെട്ടു. ആ പെർസിക്യൂട്ടറായിട്ട് ഇവിടെ വന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും
ജൈന മതക്കാർക്കും സിഖ് മതക്കാർക്കും ബുദ്ധമതക്കാർക്കും സിറ്റിസൺഷിപ്പ് വരെ ഭാരതത്തിൽ കിട്ടിയില്ല കോൺഗ്രസ് ആയി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. എന്നാൽ എവിടെയോ കിടക്കുന്ന ഹമാസിലെ ആളുകൾ ഇസ്രായേലിൻ്റെ വെടികൊണ്ട് മരിച്ചപ്പോൾ അതിന് ഈ കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ജാഥ ഇറക്കണം. പെഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായി. തീവ്രവാദികൾ വന്നിട്ട് ഹിന്ദുക്കളെ മതം ചോദിച്ച് കൊന്നു. പക്ഷേ അതിനെതിരെ ഒരൊറ്റ ജാഥ പോലും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ചെയ്തതായി കണ്ടില്ല. ഭാരതത്തിലെ ആർമി അവർക്കെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുപോയി ആ തീവ്രവാദി സംഘടനകളെയും തീവ്രവാദി ഏരിയാസിനെ മാത്രം തകർത്തു. എന്നാൽ അതിനനുകൂലമായിട്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസ്സിലുള്ള ചില ആളുകളും കമ്മ്യൂണിസ്റ്റിലുള്ള ചില ആളുകളും അതിനനുകൂലമായിട്ട് മോദിജിയോടുള്ള ഒരു അടുപ്പം കാരണം പല രാഷ്ട്രങ്ങളിലും പോയി അവർ സംസാരിച്ചു. ശശി തരൂർ അടക്കമുള്ള ഈ ആളുകളെ കോൺഗ്രസ് എന്താ വിളിച്ചത്? ഞാനൊരു കാര്യം നിങ്ങളോട് സത്യമായിട്ട് പറയാം. ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൽ നമുക്കൊരു വിലയുണ്ടാവില്ല, നമ്മുടെ വോട്ടിനും വിലയുണ്ടാവില്ല, നമ്മുടെ ശബ്ദത്തിനും വിലയുണ്ടാവില്ല.